നമസ്തേ. പലപ്പോഴും ശ്രദ്ധയാകർഷിക്കുന്നതും ചർച്ചയ്ക്ക് വിഷയമാകുന്നതുമായ ഒരു പദവും വ്യക്തിത്വമാണ് അമ്മായിയമ്മ എന്ന തലം. പണ്ടുകാലം മുതലേ അമ്മായിയമ്മ മരുമകൾ അല്ലെങ്കിൽ മരുമകൻ പോലെ സജീവമായി ഉണ്ട് എന്ന് പലപ്പോഴും പലരും സാക്ഷ്യപ്പെടുത്തുന്നു. എന്തായാലും തൻ്റെ മകൻ്റെ ഭാര്യയായി വീട്ടിലേക്ക് എത്തുന്നവളെ സ്വന്തം പുത്രിയായി കാണണം എന്നൊക്കെയാണ് പൂർവികർ പറയുന്നത്. അങ്ങനെയാണ് ഗുരുക്കന്മാരും പറയുന്നത്. അതുകൊണ്ടാണ് വിവാഹത്തിന് മുമ്പ് വരൻ വധുവിൻ്റെ അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കും, വധുവിൻ്റെ അച്ഛനും ദക്ഷിണ കൊടുക്കും. എന്തിനാ അങ്ങനെ ദക്ഷിണ കൊടുത്തത്? ഇന്നലെ വരെ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെയും എപ്രകാരമാണോ ആദരിച്ച് ബഹുമാനിക്കുന്ന അപ്രകാരം എൻ്റെ ഭാര്യയുടെ അച്ഛനെയും പിതാവിനെയും ആദരിക്കും, ബഹുമാനിക്കും, എന്നാൽ കഴിയാവുന്ന രീതിയിൽ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ദക്ഷിണ കൊടുക്കും. അപ്പോൾ ദക്ഷിണ വാങ്ങുന്ന ഭാര്യയുടെ അച്ഛനും അമ്മയും എന്ത് ചെയ്യണം? ഓക്കെ മോനെ എന്ന് പറയുന്നതിനപ്പുറം അവർ തൻ്റെ പാദത്തിൽ വീണ് ദക്ഷിണ സമർപ്പിച്ച് തൻ്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്ന മരുമകനെ ഇരു കൈയും കൊണ്ട് പിടിച്ചുയർത്തി, എൻ്റെ പുത്രനെ ഞാൻ എപ്രകാരമാണോ കാണുന്നത് അപ്രകാരം ഇനിയുള്ള എൻ്റെ ഓരോ പ്രവൃത്തികളും നിനക്ക് ഐശ്വര്യത്തെയും സമ്പൽ സമൃദ്ധിയെയും സർവ്വവിധമായ സുരക്ഷിതത്വത്തെയും പ്രദാനം ചെയ്യാവുന്ന രീതിയിലായിരിക്കും ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. ഇനിയും വധു വരൻ്റെ അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കും വിവാഹത്തിന് മുമ്പായി, താലിയാർത്തലിന് മുമ്പായി. അതും ഇതുപോലെ തന്നെയാണ്. വധു മനസ്സിൽ സങ്കല്പിക്കണമെന്നാണ് പറയുന്നത്. എത്ര വധുക്കൾ സങ്കല്പിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ സങ്കല്പിക്കണമെന്നൊക്കെയാണ് നമ്മുടെ ശാസ്ത്രങ്ങളും വേദത്തിൽ അതിനുള്ള മന്ത്രങ്ങൾ പോലുമുണ്ട്. താല്പര്യമുള്ളവരാവശ്യപ്പെട്ടാൽ അത് തരാം. ഏതായാലും എന്താ പറയുന്നത് നമ്മുടെ ഋഷിപ്രവരന്മാർ? വരൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പാദത്തിൽ വീണിട്ട് വധു ദക്ഷിണ കൊടുത്തതിന് ശേഷം പ്രാർത്ഥിക്കേണ്ടത്, ഇന്നലെ വരെ എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനെയും അമ്മയെ ഞാൻ എപ്രകാരമാണോ പരിപാലിച്ചത് അപ്രകാരം ഇന്നു മുതൽ നിങ്ങളെ എൻ്റെ സ്വമാതാവായി സ്വപിതാവായി എന്നാൽ കഴിയാവുന്ന രീതിയിൽ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. നിങ്ങളുടെ അനുഗ്രഹം ചിരകാലം എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടുമ്പോൾ തൻ്റെ പാദത്തിൽ നമസ്കരിച്ച മരുമകളെ അമ്മായിയമ്മയാകട്ടെ അമ്മായപ്പനാവട്ടെ ഇരു കൈ കൊണ്ട് പിടിച്ചുയർത്തി ശിരസിൽ കൈവച്ച് അനുഗ്രഹിക്കണം. എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ മകളെ എപ്രകാരമാണോ ഞാൻ കണ്ടത്, സ്വപുത്രിയോട് ഞാൻ കാണിക്കുന്ന സ്നേഹവും സംരക്ഷണവും എല്ലാം നിനക്കുമുണ്ടാകും. നിനക്ക് സർവ്വവിധമായ ശ്രേയസ്സും ഐശ്വര്യം എത്താൻ ഞാൻ സർവ്വതാ യത്നിക്കും. സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, സർവ്വ ഐശ്വര്യവതീ ഭവ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കണം വരൻ്റെ അമ്മ. ഇങ്ങനെ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. വിവാഹത്തിന് മുമ്പ് ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങ് ഇന്ന് ഏതായാലും വലിയ ലോപമൊന്നും വന്നിട്ടില്ല, അത് നടക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഏതെങ്കിലും പ്രായമുള്ളവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർമാരെ ഇപ്പോൾ ആ ദൗത്യമൊക്കെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, ഇതൊക്കെയാ ചടങ്ങ്, ഇങ്ങനെയൊക്കെയാ ചടങ്ങ്. പുതിയ തലമുറയ്ക്ക് പലർക്കും അറിഞ്ഞുകൂടാ. വിവാഹത്തിന് ശേഷം ഓരോ യുവാവിനും രണ്ടച്ഛന്മാരും രണ്ടമ്മമാരും ജീവനോടുണ്ടെങ്കിൽ, ഒന്ന് തനിക്ക് ജന്മം തന്ന അച്ഛനും ജന്മം തന്ന അമ്മയും, പിന്നെ തൻ്റെ ഭാര്യയുടെ അച്ഛനും ഭാര്യയുടെ അമ്മയും. അതുപോലെ തന്നെ വധുവിനും അപ്രകാരമാണ്. എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനും അമ്മയും, അതോടൊപ്പം എൻ്റെ ഭർത്താവിൻ്റെ മാതാവും പിതാവും. ഇനിയോ ഭർത്താവിൻ്റെ മാതാവും പിതാവും തങ്ങൾക്ക് 2 പെൺമക്കളെ ഉള്ളായിരുന്നു, 2 ആൺകുട്ടികളായിരുന്നു. അതുകൊണ്ട് 4 മക്കൾ എന്ന് ചിന്ത വിട്ടിട്ട് മൂന്നാമതൊരു മകൾ കൂടി എനിക്ക് എത്തപ്പെടുന്നു. അതുകൊണ്ട് നേരത്തെ ഞാൻ ജന്മം കൊടുത്ത 2 സന്തതികളെക്കാൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇവിടെ പരിപാലിക്കണം. കാരണം എൻ്റെ സംരക്ഷണവും വാർദ്ധക്യകാല ജീവിതവും ഇവളുടെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് യഥാരീതി ഐശ്വര്യത്തോടു കൂടി നിന്നെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിതം പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുള്ള ചിന്തയോടുകൂടി സ്നേഹിക്കണം എന്നതാണ് അതിൻ്റെ തലം. ഈ പറഞ്ഞ പോലെ പൂർണ്ണമായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മളും ചെയ്ത് അനുഗ്രഹമൊക്കെ കൊടുക്കും. കൈയൊക്കെ കൈ വച്ചൊക്കെ അനുഗ്രഹിക്കും. ഇനി ചില അമ്മായിമ്മമാരെ പറ്റി പറഞ്ഞു കേൾക്കുന്നു, കല്യാണം കഴിഞ്ഞ് താലിയൊക്കെ ചാർത്ത് സദ്യയൊക്കെ ഉണ്ടിട്ട വരനും വധുവും വീട്ടിലോട്ട് വന്ന് കയറിയ ഉടൻ തൻ്റെ മരുമകളായി എത്തി ഇവിടെ കഴുത്തിലെ ആഭരണത്തിൻ്റെ അളവെടുക്കാനും അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുവാനും നേരത്തെ പറഞ്ഞതിന് അത്രയും തന്നിട്ടുണ്ടോ? തന്നില്ലെങ്കിൽ അന്നേരം തൊട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ചില അമ്മായിമ്മമാരുണ്ട്. ചിലരെന്നാൽ പറഞ്ഞതിൻ്റെ അത്രയും ഇല്ലെങ്കിലും അല്ലെങ്കിൽ അർഹതപ്പെട്ടത് ലഭിച്ചില്ലെങ്കിലും യാതൊരു പരാതിയും പറയാതെ തൻ്റെ മകനെ ശുശ്രൂഷിക്കണം, തന്നെ ശുശ്രൂഷിക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും അപ്രകാരം തന്നെയാണ്. എൻ്റെ അമ്മ എപ്രകാരമാണോ എന്നെ പരിപാലിച്ചത്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും കാലം എൻ്റെ അമ്മയെ ശുശ്രൂഷിച്ചിട്ടുണ്ടോ, അതിനേക്കാൾ 10 മടങ്ങ് എൻ്റെ അമ്മായിമ്മ ഭർത്താവിൻ്റെ അമ്മയെ ശുശ്രൂഷിക്കണം. ഇങ്ങനെയൊക്കെ ആയിരിക്കണം ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും എന്ന് പൂർവികർ പറയുന്നു. അപ്പോൾ ഇതിന് പലപ്പോഴും
അപജയം സംഭവിക്കുന്നു, വിരുദ്ധമായിട്ട് സംഭവിക്കുന്നു. ചിലയിടത്ത് നമ്മൾ കേൾക്കും, പേപ്പറിലൊക്കെ കാണാറുണ്ട്, മരുമകളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു അമ്മായിയമ്മയെ വധിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ മർദ്ദിച്ചു മരുമകൾ, ഇത്യാദി വാർത്തകൾ ദിനപത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കൂടെ തെളിയാറുണ്ട്. ഏതായാലും അമ്മായിയമ്മ ഒരു ചർച്ചാവിഷയമായ കഥാപാത്രമാണ്. പലരുടെയും മുമ്പിൽ ഒരു സ്ത്രീവിരുദ്ധ കഥാപാത്രമായിട്ടോ സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന അമ്മായിമ്മമാർക്ക് പോലും ദുഷ്പേരുണ്ടാക്കുന്നൊരു കഥാപാത്രമായി എങ്ങനെയോ ഇത് മാറി. ഇത്തരം ചിന്തകൾ പലരിലും എത്താൻ സാധ്യതയുണ്ട്. സർവ സമ്പത്തിൻ്റെ ഉടമയായ രാജ്ഞിയായിരുന്നാൽ പോലും മരുമകൾക്ക് ഐശ്വര്യമുണ്ടാകാതിരിക്കാൻ, മരുമകൾ സർവാഭരണ വിഭൂഷിതയായി പോകുന്നത് സഹിക്കാൻ കഴിയാത്ത ചില അമ്മായിമ്മമാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ തലത്തിലേക്ക് എത്തരുത് എന്ന് രാമായണത്തിലൂടെ വാൽമീകി മഹർഷി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. രാമായണത്തിൽ നമ്മൾ ദർശിക്കുന്ന ആസുരിയുടെ മൂർത്തിമത് ഭാവവും ഇവിടെ സൂചിപ്പിച്ച തരത്തിലുള്ളതുമായ ഒരമ്മായിയമ്മയായി നമുക്ക് കാണാം കൈകേയിയെ. തൻ്റെ പുത്രനെ രാജാവായി വാഴിക്കണമെന്നും ശ്രീരാമചന്ദ്രനെ വനത്തിലേക്ക് അയക്കണമെന്നൊക്കെ പറഞ്ഞ് അമ്മ വാശി പിടിച്ചു, ഇല്ലെങ്കിൽ പ്രാണം ത്യജിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാം. മനസ്സില്ലാ മനസ്സോടുകൂടി ദശരഥന് സമ്മതിക്കേണ്ടി വന്നു. ശ്രീരാമൻ സ്വയം ആ ദൗത്യം ഏറ്റെടുത്തു. എൻ്റെ അച്ഛൻ എന്നോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെ രാജ്യഭരണം എന്ന് പറയുന്ന മഹത്തായ ടെൻഷനിലുള്ള ജോലിയിൽ നിന്ന് ഒഴിവാക്കി സുഖപ്രദമായ വനവാസത്തിലേക്ക് തന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആഗ്രഹം ഞാൻ നിറവേറ്റാൻ പോവുകയാണെന്ന് സ്വമനസാലെ പറഞ്ഞു. ഒപ്പം ലക്ഷ്മണനും പറഞ്ഞു, ഞാനും അങ്ങയുടെ കൂടെ വരികയാണ് എന്ന്. അത് കേട്ടപ്പോൾ സീതയും പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകണം, ഭർത്താവ് എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് ഭാര്യ പോകണം, ഭർത്താവിനെ വേർപെട്ട് ഭാര്യയ്ക്ക് നിൽക്കുവാൻ കഴിയില്ല, എന്നാൽ നീയും പോര്. തന്നെയുമല്ല, സീത വന്നില്ലെങ്കിൽ പിന്നെ രാവണവധവും നടക്കില്ല, ഒരു വധവും നടക്കത്തില്ല, രാമൻ്റെ ദൗത്യം തന്നെ പൂർത്തീകരിക്കില്ല. ഏതായാലും അങ്ങനെ യാത്ര പുറപ്പെടാൻ തുടങ്ങുന്നു. രാമൻ സ്വയം സമ്മതിച്ചു, കൂടെ ലക്ഷ്മണനും പോകുന്നു, സീതയും പോകുന്നു എന്ന് കേട്ടപ്പോൾ കൈകേയിക്ക് വലിയ സന്തോഷമായി. ഇനി ശല്യമൊന്നുമില്ലല്ലോ, താനായി തൻ്റെ മകനായി അവൻ്റെ ഭാര്യയായി സർവ്വ ഐശ്വര്യങ്ങളുടെ അധിപതിയായി തൻ്റെ മകനും രാജമാതാവായി തനിക്കും കഴിയാമെന്ന ചിന്തയോടുകൂടിയിരിക്കുന്നു. ഇതായി ഇറങ്ങാൻ പോവുക രാമനും ലക്ഷ്മണനും സീതയും. അവരിറങ്ങാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ കൈകേയിക്ക് അമ്മ ഓടി. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും മരുപൂരിയൊക്കെ എടുത്തുകൊണ്ട് വന്നു, വൽക്കലം എടുത്തുകൊണ്ട് വന്നിട്ട് രാമനും കൊടുത്തു, ലക്ഷ്മണനും കൊടുത്തു, സീതയ്ക്കും കൊടുത്തു. കാരണം കുറവ് കാണിച്ചെന്ന് പറയില്ലല്ലോ, മരുമോളായതുകൊണ്ട് കൊടുത്തില്ലല്ലോ എന്ന് പറയരുത് എന്ന് വിചാരിച്ച് വേറെ കൃത്യം കാണിച്ചെന്നാരും പറയുന്നു പറഞ്ഞ് 3 പേർക്കും കൊടുത്തു. തൻ്റെ കയ്യിൽ കിട്ടിയ വൽക്കലം ശ്രീരാമൻ ഇതുവരെ അണിഞ്ഞിരുന്ന സർവ്വ ആഭരണങ്ങളും ദിവ്യമായ വേഷഭൂഷാദികളുമൊക്കെ അഴിച്ചു വെച്ച് പാൽക്കലം ധരിച്ചു. ശ്രീരാമേന്ദ്രൻ ധരിക്കുന്ന കണ്ടപ്പോൾ ലക്ഷ്മണൻ ശ്രീരാമേന്ദ്രനെ നോക്കി. ശ്രീരാമേന്ദ്രൻ അനുജ്ഞ കൊടുത്തു. അനുജ്ഞ ലഭിച്ച ലക്ഷ്മണൻ പിന്നെ അല്പം പോലും മടിച്ചില്ല. താൻ ധരിച്ചിരുന്ന രാജകുമാരൻ്റെതായിട്ടുള്ള സർവ്വവിധമായ ആഭരണങ്ങൾ ഉപേക്ഷിച്ച് പാൽക്കലം ധരിക്കുന്നു. അപ്പോഴാണ് സീത ശ്രീരാമേന്ദ്രനെ നോക്കുന്നത്. ഞാനിതെങ്ങനെ ഉടുക്കും, എങ്ങനെ ഞാൻ ഉടുക്കും എന്ന ചോദ്യമൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷെ മനസ്സുകൊണ്ട് അതാണ് സീത തന്നോട് ചോദിക്കുന്നത് എന്ന് ശ്രീരാമന് മനസ്സിലായി. തൻ്റെ ഭാര്യയോട് സന്ദേഹം ഒഴിവാക്കാനായി ഈ സങ്കടത്തിൽ നിന്ന് മുക്തിയാക്കുന്നതിന് വേണ്ടി ശ്രീരാമചന്ദ്രദേവൻ കൈകേയി മാതാവ് സീതയ്ക്ക് കൊടുത്ത വൽക്കലം വാങ്ങി ദൂരേക്ക് ഒരു ഒറ്റ കിടക്കുന്നു. അല്ല പിന്നെ ഇത് കണ്ടപ്പോൾ ജനങ്ങൾ മുഴുവൻ നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, എന്തൊരു ദുഷ്ടയായി ഇവൾ, തൻ്റെ പുത്രൻ രാജാവായി രാമൻ വനത്തിലേക്ക് പോകുന്നു, എന്നാൽ പിന്നെ അവൾ അതിന് ധരിച്ചുകൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കാൻ വേണമെങ്കിൽ ഈ മാതാവിന് അത്രയ്ക്കുള്ള നഷ്ടമേ ഉള്ളൂ. അല്ലെങ്കിൽ നഷ്ടമല്ല, അവളുടെ പിതാവ് കൊടുത്തു വിട്ട ശ്രീധനമാ, അത് കൊണ്ടുപോകട്ടെ എന്ന് വിചാരിക്കുക. അതിന് പകരം കാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോഴും നീ സാരി ഉടുക്കണ്ട, ആഭരണങ്ങളും ധരിക്കണ്ട, ഈ മരവുര് ധരിച്ചുകൊണ്ട് പോകണമെന്നുള്ള ദുഷിച്ച മനസ്സ്, സ്വത്തിനോടും സമ്പത്തിനോടും അമിതമായിട്ടുള്ള ആസക്തി കൈകേയി പ്രകടിപ്പിക്കുമ്പോൾ വസിഷ്ഠ മഹർഷി കോപഗ്രസ്തനാകുന്നു. വളരെ പരുഷമായ രീതിയിൽ കൈകേയിയെ ശാസിക്കുന്നു. നീ അസുരസ്ത്രീയെപ്പോലും നാണം കെടുത്തുന്നവളാണ്, നീ രാക്ഷസിയെപ്പോലും നാണം കെടുത്തുന്നവളാണ്. എപ്രകാരം നിന്റെ മനസ്സിൽ ഇത്തരത്തിലൊരു ചിന്തയുണ്ടായി? നീ രാമൻ വനത്തിൽ പോകണമെന്നല്ലേ നീ ആഗ്രഹിച്ചുള്ളൂ, നിന്റെ പുത്രനെ രാജാവാകണമെന്നല്ലേ നീ ആഗ്രഹിച്ചുള്ളൂ. ആ 2 ആഗ്രഹങ്ങളും സാധിച്ചല്ലോ. ജനക മഹാരാജാവ് കണ്ണിലെ കൃഷ്ണമണി പോലെ പോറ്റി വളർത്തിയതും ശ്രീരാമചന്ദ്രന്റെ പത്നിയുമായ സീത എന്ത് ദ്രോഹം ചെയ്തു? ഉത്തമയായ രാജകുമാരിയെ മരവുരി ധരിച്ച് വനത്തിലേക്ക് പോകണമെന്ന് നീ ആഗ്രഹിക്കുന്നത് നിന്റെ മനസ്സിൻ്റെ ദുഷിച്ച ചിന്തയാണ്. നീ മനുഷ്യ സ്ത്രീയെ അല്ല, സർവ്വവിധമായ ഭർത്തൃമാതാക്കൾക്കുമുള്ള അപമാനമാണ്. എപ്രകാരം നിനക്കിത് ചിന്തിക്കാൻ തോന്നി എന്ന് പറഞ്ഞുകൊണ്ട് കഠിനമായ രീതിയിലാണ് ശാസിക്കുന്നത്. തുടർന്ന് അന്തരീക്ഷം വഷളാകണ്ട എന്ന് മനസ്സിലാക്കിയ ശ്രീരാമചന്ദ്രമൂർത്തി
ഇതാ സമയം എത്താറായിരിക്കുന്നത്, നാഥൻ്റെ ആജ്ഞ നിറവേറ്റുന്നതിന് വേണ്ടി നമുക്ക് ഇറങ്ങാം, എന്നെ അനുഗ്രഹിക്കണം പിതാവേ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ പാദത്തിലോട്ട് അനുഗ്രഹിക്കുമ്പോൾ ദശരഥൻ പറയുന്നു, സുമന്ത്രരെ രഥം വരുത്തുക, എൻ്റെ മകൻ സർവ്വവിധമായ രാജകീയ ചിഹ്നങ്ങളോടും കൂടി വേണം ഈ നാട്ടിൽ നിന്ന് വനത്തിലേക്ക് പുറപ്പെടാൻ, അതുകൊണ്ട് അതിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കൂ എന്ന് പറയുന്നു. തുടർന്ന് ദശരഥനെ കെട്ടിപ്പിടിച്ച് ആ മാറത്ത് ചുംബിച്ച് പിന്നെയോ പാദങ്ങളിൽ നമസ്കരിച്ച് രാമൻ ഇറങ്ങുന്നു. രാമൻ ഇറങ്ങുന്നതോടുകൂടി ദാ കൈകേയിയുടെ സൗഭാഗ്യം മുഴുവൻ ഇല്ലാതാവുകയാണ്. അമ്മ സ്വപ്നേബി ചിന്തിക്കാത്ത സങ്കടത്തിലേക്കാണ് പിന്നീട് അമ്മയുടെ ജീവിതം എത്തുന്നത്. അതുവരെ ആദരവോടും ബഹുമാനത്തോടും കണ്ട ഏവരുടെയും മുമ്പിലെ ഏറ്റവും വലിയ ദുഷ്ട കഥാപാത്രമായി രാമായണ കഥയിലെ ആദ്യത്തെ അമ്മായിയമ്മയായ കൈകേയി മാറുന്നു. നമ്മുടെ പ്രവൃത്തി നന്നായില്ലെങ്കിൽ ആരും നമ്മെ ആദരിക്കില്ല, സ്നേഹിക്കില്ല, ശ്രദ്ധിക്കുക പോലുമില്ല. ആരെങ്കിലും നമ്മളെ ശ്രദ്ധിക്കണമെങ്കിൽ, ആദരിക്കണമെങ്കിൽ, ബഹുമാനിക്കണമെങ്കിൽ, അത് മരുമോളാകട്ടെ മരുമോനാകട്ടെ ആരാകട്ടെ, ആദരിക്കണമെങ്കിലും ബഹുമാനിക്കണമെങ്കിലും സ്നേഹിക്കണമെങ്കിലും ഓരോരുത്തരും അവരവരുടേതായ ധർമ്മവും കർമ്മവും നിറവേറ്റുക തന്നെ വേണം. എങ്കിൽ മാത്രമേ സ്നേഹം ലഭിക്കൂ. കൊടുത്ത് വാങ്ങേണ്ടതാണ് സ്നേഹം. മറ്റൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ, അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ ശതകോടി പ്രണാമം.